എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയൻ സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ആദ്യമേ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റിൽ ശ്രീനി അനൂപ് എന്ന് പറയുന്ന നമ്മുടെ നല്ലൊരു സബ്സ്ക്രൈബർ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീനി അനൂപിന് എൻ്റെ വക ഒരു ബിഗ് ഹായ് കേട്ടോ. തുടർന്ന് വരുന്ന എല്ലാ വീഡിയോ മടക്കാതെ കാണുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് നമുക്ക് ആദ്യം ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഉടച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒരുപാട് ചൂടാറാനായിട്ട് അങ്ങോട്ട് കാത്തു നിൽക്കേണ്ട. ഒരു ഇളം ചൂടിൽ, അതായത് നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തുള്ള ഒരു ഇളം ചൂടാകുന്ന സമയത്ത് തന്നെ ഉടച്ചെടുക്കുക കേട്ടോ. എങ്കിലും നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒരുപാട് ചൂടാറാനായിട്ട് നമ്മൾ കാത്തു നിന്നാൽ നമുക്ക് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രത്യേകം ഒന്ന് എടുത്തു പറഞ്ഞത് കേട്ടോ. ഇനി ഇത് നമുക്ക് എത്രത്തോളം കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം നമ്മുടെ കയ്യോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ സ്മാഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു 2 ഉരുളക്കിഴങ്ങും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഞാനൊന്ന് സോഫ്റ്റായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മീഡിയം സൈസുള്ള സവാളയാണ്. അപ്പോൾ സവാള അരിഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമുക്ക് എത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളത് കുഴച്ചെടുക്കുമ്പോഴും അത് ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴും ഒരുപാട് സവാളയുടെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 2.5 ടേബിൾ സ്പൂണോളം വരുന്ന നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂണും കറക്റ്റായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇനി ഈ ഒരു സ്നാക്കിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സ്നാക്കിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം വരുന്ന ഗരം മസാലയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ ഒരു 1/2 ടീസ്പൂണോളം വരുന്ന ചിക്കൻ മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പിലേക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിൽ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടീസ്പൂണോളം വരുന്ന അരിപ്പൊടിയാണ് കേട്ടോ. എൻ്റെ ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുട്ടുപൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പുട്ടുപൊടി ചേർക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നൈസായിട്ടുള്ള നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ചൂടാൻ ഉപയോഗിക്കുന്ന പൊടി ഉണ്ടാവുമല്ലോ, അതാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അരിപ്പൊടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ അതും കുഴപ്പമില്ല. എന്തായാലും കറക്റ്റ് 3 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സമയത്ത് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു അരിപ്പൊടിയും നമ്മുടെ മുളക് പൊടിയും എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ ഉരുളക്കിഴങ്ങിൽ എന്തെങ്കിലും വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് അരിപ്പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് അറിയാലോ, അത് പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോവും. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് കറക്റ്റായിട്ട് 3 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് മുന്നേ ഈ ഒരു മാവിലും നമ്മുടെ കയ്യിലും അത്യാവശ്യത്തിന് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ തടവി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഉരുട്ടിയെടുക്കുക. നമ്മൾ മാവ് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് വലിപ്പമായി പോകണ്ട, അതേപോലെ തീരെ ചെറുതുമായി പോകണ്ട കേട്ടോ. ഈ ഒരു അളവിൽ വേണം നമ്മൾ മാവ് എടുത്തിട്ട് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ക്രാക്കൊന്നും ഇല്ലാതെ നന്നായിട്ട് നമ്മുടെ കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഒരുപാട് തിന്നായി പോകണ്ട. ഒരുപാട് തിന്നായി കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് തന്നെ അതങ്ങോട്ട് ഉരുളക്കിഴങ്ങായതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കട്ടിക്ക് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മാവ് നമുക്ക് പ്ലേറ്റിലോട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാ മാവും നമുക്ക് അങ്ങോട്ട് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ എല്ലാ മാവും ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഒരു പാനിൽ എണ്ണ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ അത്യാവശ്യം വേണം എന്ന് വെച്ചിട്ട് ഒരുപാട് കൂടി പോകണ്ട. ഇത് ഈ ഒരു അളവിലൊക്കെ എണ്ണ എടുത്തിട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ തീ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഒരുപാട് ലോ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ ഇത് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ എണ്ണ കുടിച്ചു പോകും. അതുകൊണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടെടുക്കും. ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് വേണം നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും ആവാതെ തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ചൂട് കൂടിയ കാരണം പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക, എന്നിട്ട് പതുക്കെ ഇതുപോലെ അങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതേ രണ്ട് സൈഡും നന്നായിട്ട് ഇതുപോലെ ഒരു ഡാർക്ക് ബ്രൗൺ, അതായത് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇത് പതുക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മളിത് മുരിച്ചെടുക്കേണ്ടത്. അപ്പോഴേ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളിൽ നല്ല സോഫ്റ്റും അതുപോലെ പുറമേ നല്ല മുരിഞ്ഞ് ആ ഒരു ടേസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് നമുക്കിത് മറ്റൊരു പ്ലേറ്റിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടീ ടൈം സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് രാവിലെയോ അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇതിൻ്റെ ചെറിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം ഓയിലാണ് കേട്ടോ. അപ്പോൾ വല്ലപ്പോഴും ഉണ്ടാക്കിയാൽ മതി. എപ്പോഴും കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണ്ട കേട്ടോ. പക്ഷേ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.